നമസ്കാരം. ഞാൻ ഇന്ന് നാട്ടിൽ വരെ പോവാം. നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കല്ല, ബാംഗ്ലൂർ. മക്കളിപ്പോൾ അവിടെയാണ് പഠിക്കുന്നത്. സീത അവിടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു. പിന്നെ കൂടെയുള്ള ആളും അവിടെ ഒരു മെഡിക്കൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സർപ്രൈസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അറിഞ്ഞിട്ടില്ല ഞാൻ ചെല്ലുന്ന കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വീഡിയോ ആക്കി ആ സർപ്രൈസ് എങ്ങനെയാവും, പൊളിയേലേ എന്നുള്ളതൊന്ന് വീഡിയോ ആക്കാമെന്ന് വെച്ച് ഇപ്പം ചാങ്ങി എയർപോർട്ടിലാണ് ഉള്ളത്. നാളെ രാവിലെ 7 മണിയൊക്കെ ആകുമ്പം ബാംഗ്ലൂരെത്തും. ഇൻഡിഗോ ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പം പൊളിയോന്നറിയത്തില്ല, പൊളിഞ്ഞു. എന്തായാലും ഞാനൊന്ന് സെൽഫായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്, ഇത് ആദ്യത്തെ പരിപാടിയാണ്, നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നന്നായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ടാണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്ട്സ് ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അങ്ങനെ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ, ഈ ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. ഫസ്റ്റ് പോലീസിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പാസ്പോർട്ടിനും ഓട്ടോ എൻട്രിയാണ്. ഈ കാണുന്ന എൻട്രി പോയിൻറ്റ്സിൽ നമുക്ക് പാസ്പോർട്ട് സീൽ ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല നാട്ടിലെ പോലെ. ഇവിടെ നമ്മുടെ ഫേസ് റെക്കഗ്നീഷനാണ്. നമ്മുടെ ഫേസ് അവിടെ ഒരു ക്യാമറയുണ്ട്. ക്യാമറയുടെ മുന്നിൽ വന്ന് ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ തമ്പും കൂടെ കൊടുക്കണം. തമ്പും ഫസ്റ്റ് എൻട്രിയിൽ ഫേസ്, സെക്കൻഡ് എൻട്രിയിൽ തമ്പ്. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കുറേ ആയി. ഇതിപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ ഷോപ്സ്, ഇതെല്ലാം ഇവിടുത്തെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്സാണ്. ഇവിടെ വൈൻ ആൻഡ് സ്പിരിറ്റ്സ്, ഇവിടെ എല്ലാവിധമായ കള്ളുകളും കിട്ടും. ടാക്സ് ഫ്രീ ആണ്. പിന്നെ ഇവിടെ ബ്യൂട്ടി ഷോപ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ഇലക്ട്രോണിക് ഷോപ്സ് ഉണ്ട്. എല്ലാം നമുക്ക് ഫ്രീ ആൻഡ് ഈസി ആയിട്ടുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത്. ആവശ്യമുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ ഷോപ്പ് ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് എൻട്രിയുടെ അവിടെ കാണുന്ന വിശേഷങ്ങൾ. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് കാണിച്ചു തരാം. ഒരു എയർപോർട്ടിൻ്റെ ഒരു ഫിനിഷിങ് എന്നൊക്കെ പറഞ്ഞത് ഇതാണ് കേട്ടോ. ശരിക്കും ഒരു രക്ഷയില്ലാത്ത ഫിനിഷിങ്. എവിടെ നോക്കിയാലും കലണ്ടറിലൊക്കെ അടിച്ചു വരുന്ന ഫോട്ടോസിൽ ഒക്കെ ഉള്ള പോലെയുള്ള ഫ്രെയിംസാണ് എവിടെ നോക്കിയാലും. ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ നാട്ടിലെ എയർപോർട്ടും ഒക്കെ ഓൾമോസ്റ്റ് ഈ സ്റ്റാൻഡേർഡ് ഉണ്ട്. എങ്കിലും ഇതൊരു ഭയങ്കര പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റത് പെർഫെക്ഷനാണ് എല്ലാ തരത്തിലും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ലോഞ്ച് കേട്ടോ, എന്ത് രസമെന്നൊക്കെ ലോഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചെടിയൊക്കെ വെച്ച് എല്ലാവർക്കും സീറ്റിങ്ങും. ഇവിടെ ഒരു വലിയ LED സ്ക്രീൻ വെച്ചിട്ട് അവിടെ ഫുട്ബോൾ ലൈവ് മാച്ച് നടക്കുന്നു. ആൾക്കാർക്ക് ഇവിടെ നിന്ന് കാണാം. അടിപൊളി. എൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് F35 ആണ്. അപ്പോൾ ഈ വഴിക്ക് തന്നെ കുറേ അങ്ങോട്ട് നടന്നു പോകണം. അവിടെ കാണാനുണ്ട് F32, 42. അത് ലെഫ്റ്റിലേക്ക് തിരിയണം. ഇവിടെ ഇതൊക്കെ ഫുള്ള് ബ്രാൻഡഡ് ഷോപ്സ് ആയിരുന്നു. ഇതെല്ലാം ഇപ്പം സമയം ഇവിടെ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുക. ഒരു 10 മണിക്ക് മുന്നേയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്സ് എല്ലാം ഓണാണ്. ഇതുണ്ടോ എൻ്റെ F35 എന്ന് പറയുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം. എവിടെ തിരിഞ്ഞാലും ഇങ്ങനത്തെ ഒരു ലോഞ്ചും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ആക്ച്വലി ഈ ഷോപ്സ് എല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഇതെല്ലാം കാണാമായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇവിടെ ഈ ഓരോ ഗേറ്റും തമ്മിൽ നല്ല ദൂരമുണ്ട്. ഈ ഗേറ്റ് ടു ഗേറ്റുള്ള ദൂരം. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രാവലേറ്റേഴ്സ് ഇങ്ങനെ മിക്ക സ്ഥലങ്ങളിലും ഇതിനപ്പുറത്തും ഉണ്ട്. ഓരോ ഗേറ്റിൻ്റെയും ഇടയിൽ ഇങ്ങനെ ട്രാവലേറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ കയറി നിന്ന് നടക്കാൻ പാടുള്ളവർക്കൊക്കെ ഇതുപയോഗിച്ച് പോകാൻ പറ്റും. നല്ല സംവിധാനങ്ങളാണ്.
നടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നല്ല ലോഞ്ച് ഏരിയ. ഓക്കെ, ആൾക്കാരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എന്ത് രസമായിട്ടാണ് ഇത് ഫർണിഷ് ചെയ്ത് വെച്ചത്. ഭയങ്കര അട്രാക്ഷനാണ് ഇതിൻ്റെ ഓരോ വ്യൂസും നമ്മളിങ്ങനെ കാണുമ്പോൾ. എന്താ പറയുക, ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫിനിഷിങ്. റെസ്റ്റ് ഏരിയയാണ്, ചെറിയൊരു ലോഞ്ച്. അപ്പോൾ നമ്മളിങ്ങനെ ഗേറ്റ് 35-ൻ്റെ അടുത്ത് 35-ൻ്റെ അവിടെ വന്നിട്ട് അവിടെ എത്തി. ഇപ്പോൾ ഇത് നോക്കി, ഇവിടെ ഗേറ്റിലെങ്ങും ഒരു മനുഷ്യനും ഇല്ല. എനിക്കിനി ഒരു 2 hours 2 മണിക്കൂർ മേലെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യണം. മൊബൈലിന് ചാർജൊന്നുമില്ല, അതെല്ലാം ഒന്ന് ചാർജ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ കഴിയും ഫ്ലൈറ്റിന് ടൈം. എനിക്ക് 5:30 ആണ്. ഇപ്പോൾ ഇവിടെ 3 മണിയാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇനി ബാംഗ്ലൂർ എന്നിട്ട് ബാക്കി ചിത്രീകരണം, പിന്നെ അവരുടെ താമസിക്കുന്ന വീട്ടിൽ ചെന്നിട്ട് ബാക്കി ചിത്രീകരണം. പൊളിഞ്ഞു, പൊളിഞ്ഞില്ലെങ്കിൽ ഓക്കെ. ഓക്കെ, ബൈ. Welcome on board Indigo Flight 63106 service to Bangalore. We are ready for സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഇവിടെ പിള്ളേർ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവരുടെ വീടിൻ്റെ വാതിക്കലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനൊന്ന് കാണിക്കാം. ഇതാണ് വീട്. ഇവളുമാർ എഴുന്നേറ്റിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ഞാനൊന്ന് ബെല്ലടിച്ച് നോക്കാം എന്താ സംഭവം എന്നറിയത്തില്ല, എങ്ങനെയാവും എന്നറിയത്തില്ല. പൊളിഞ്ഞില്ല. നമുക്കൊന്ന് ബെല്ലടിച്ച് നോക്കാം എന്താ സംഭവിക്കുന്നേ. രണ്ടടേ സർപ്രൈസ്. അപ്പം അങ്ങനെ നമ്മൾ മനുഷ്യങ്കിരി ഇതേ സ്ഥലം കുമാരസ്വാമി. Fine. Come on, Chick. I want to hug you. സർപ്രൈസ് ഭയങ്കര നീ ഒരു റൂം ടൂർ ആണ്. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഇവര് വീട് മാറുന്നൊന്നും ഞാൻ സ്ഥലത്തില്ലല്ലോ, എനിക്കറിയില്ല എങ്ങനെയായിരുന്നു എന്നൊന്നും. എന്നാലും കൊള്ളാം, നല്ല വീട്. Here is one balcony. Oh, you can balcony. Oh, open balcony. Oh, nice. The park. Oh, ഇതാണ് ഈ പറയുന്ന പാർക്ക് അല്ലേ? Yeah. ഞാനിപ്പോ വന്നിരുന്നു. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഇങ്ങോട്ട്. നല്ല കോഫി ഡോക്ടർ എങ്ങനെയുണ്ട്? കോഫി എങ്ങനെ തലയിൽ ഒഴിക്കും. ഇപ്പൊ നന്നായിട്ടൊക്കെ ഉണ്ടാക്കും. മഷ്റൂം കറി ഉണ്ടാക്കും. സീരിയസ്? 3 ദിവസമായിട്ട് അടുപ്പിച്ച് മഷ്റൂം കറി കുത്തിയിട്ടടാ, ചാർജില്ല, തീരാതെ ഇപ്പൊ തീരും. ഇപ്പൊ ചാർജാണോ? ഇതെന്താ ഒരു
സ്ക്രീൻ അയ്യോ ഞാൻ മറ്റേ ഇതാണ് അച്ഛൻ്റെ സാംസങ് S23 അൾട്രയ്ക്ക് വര വന്നല്ലോ. നിങ്ങൾ യു ഗൈസ് എക്സ്പെക്ട് ഐ എം കമ്മിങ് ഓർ No, it's a total surprise. അച്ചു വന്നേടാ. അച്ഛൻ ചായ ഇടുന്ന തിരക്കിലാണ് ഗൈസ്. ഒന്നുകൂടെ പറഞ്ഞേ. ഒരു ഗ്യാസ് പോലും ഓണാക്കാൻ അറിയാത്തോളായിരുന്നു. ഇല്ല ഗ്യാസ് ഉണക്കാൻ പേടിയായിരുന്നു. ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കും? ബാംഗ്ലൂർ വരുന്ന എനിക്ക് കാപ്പി ഉണ്ടാക്കാൻ അറിയില്ല. കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാല് ഒന്നെങ്കിൽ മധുരം അല്ലെങ്കിൽ എന്തേലും കൂടിയിട്ട് എനിക്ക് ആകെ തന്നിട്ട് ഇവരെ കൊണ്ട് രണ്ടാമത് ഉണ്ടാക്കി തരും. ഇപ്പൊ കാപ്പി ഉണ്ടാക്കും, ചോറ്, കറി, മഷ്റൂം കറി. എന്ത് കറി? മഷ്റൂം കറിയാണ് എന്റെ കറി. എന്ത് കറി? മഷ്റൂം കറി. പിന്നെ ചിക്കൻ കറി നമ്മള് രണ്ടാമത് ചിക്കൻ കറി സ്പെഷ്യൽ. ഹെൽപ്പ് ചെയ്യും. അതിനു മുമ്പ് ഒരു ചോദ്യം. ഞാനിത് ചിക്കൻ പക്ഷെ കൈ കൊണ്ട് തൊടൂല. ചിക്കൻ കറി ഉണ്ടാക്കും പക്ഷെ കൈ കൊണ്ട് തൊടൂല. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ചിക്കൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ കഴിക്കുന്നത് ഗ്ലൗസ് ഇട്ടാണോ കഴിക്കുന്നത്? അല്ല വേറെ ആരെങ്കിലും കൊണ്ട് കഴിക്കും. ആരാ ചിക്കൻ കറി വെച്ചാ പഠിപ്പിക്കേ? പഠിപ്പിച്ച അച്ഛനാ. ഇപ്പോഴും അതേ സെയിം ഫോർമാറ്റ് തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? ആക്ച്വലി യു ക്യാൻ ട്രൈ ഡിഫറെന്റ് വേസ് ഓഫ്. പക്ഷെ പെട്ടെന്ന് ഇത് പെട്ടെന്നാവുമല്ലോ, മറ്റൊരു ടൈം എടുക്കൂലോ. ഇത് കുക്കറിലിട്ട് അമ്മ കുക്കറിലിട്ട് വേവിക്കാതല്ലേ ഉണ്ടാക്കണേ സാധാ. നമ്മൾ ചെയ്യുന്നത് കുക്കറിലിട്ട് വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലേ? ഹൗ ഇസ് ദ ടേസ്റ്റ്? I will make for you. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോ അച്ഛനൊക്കെ ഞെട്ടി. അച്ഛൻ ഞാനൊക്കെ കഴിച്ചിട്ട് ഞെട്ടി പോയി. എന്നിട്ട് ഇവർക്ക് പറയുന്നേ കോംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടേ, പക്ഷെ പറയുന്നില്ല. കുശുമ്പ് കുശുമ്പ്. ഇത് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഒരു കോഫി കിട്ടുന്നതാണ്. മധുരം കുറച്ച് കൂടി പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ വരട്ടെ വരട്ടെ എന്തായാലും കൊള്ളില്ല. എന്താ എനിക്ക് തോന്നുന്നു ഈ കാപ്പിപ്പൊടിയുടെ ഇത്ര കടുപ്പാവാം ലൈറ്റ് ആയിട്ട്. ഞങ്ങള് സാധാരണ ഇലക്കൊക്കെ ഇട്ടിട്ടുണ്ടാക്കണേ, ഇലക്കൊക്കെ തീർന്നു. എന്തായാലും ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ട്. കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. അയ്യോ ദിസ് ഗൈസ്